നമസ്കാരം. തിരുവോണ ദിനത്തിൽ മലപ്പുറത്ത് ജനതയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടായിരുന്നു വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ലാബിൽ നിന്നും ഉള്ള റിസൾട്ട് പുറത്തു വന്നതോടുകൂടിയാണ് മരണപ്പെട്ട 24-കാരന് നിപ്പയുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. മലപ്പുറത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. സ്വാഗതം ന്യൂസ് ട്രെൻഡ്സിലേക്ക്. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് യോഗം ചേർന്ന് തീരുമാനമെടുക്കും. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകൾ ആണ്. തിരുവാലി പഞ്ചായത്തിൽ പനി ബാധിച്ചവരെ കണ്ടെത്തുന്നതിനുള്ള സർവേക്ക് ഇന്ന് തുടക്കമാകും. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, രോഗം സ്ഥിരീകരിച്ച ശേഷം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. നിപ്പ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒന്നല്ല, എങ്കിൽ പോലും പുലർത്തേണ്ട ജാഗ്രതയുണ്ട്. ആ ജാഗ്രത ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, പരിശോധനകൾ നടക്കുന്നു? അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7, മമ്പാട് പഞ്ചായത്തിലെ 7 വാർഡുകളിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്നു. പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 7 വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ. പാൽ, പത്രം, പച്ചക്കറി എന്നിവയ്ക്ക് രാവിലെ 6 മുതൽ പ്രവർത്തിക്കാവുന്നതാണ്. മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ നിബന്ധനകൾ ബാധകമല്ല. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല. സ്കൂളുകൾ, കോളേജുകൾ, മദ്രസകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയും പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പൊതുവായിട്ട് ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം, മാസ്ക് ധരിക്കണം, അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ, കൂടിച്ചേരലുകളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതു നിർദ്ദേശം എന്ന തരത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവാലി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഇനി നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങളാണ്. ഇന്നിപ്പോൾ പനി സർവേ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതായത് മുൻപ് 2 മാസം മുൻപ് നമ്മൾ പാണ്ടിക്കാട് നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് നടപ്പാക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് തിരുവാലിയിലും സാഹചര്യങ്ങളുള്ളത്. ഓരോ വീടുകളിലും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകർ നേരിട്ട് ചെന്ന് അവിടുന്ന് വിവരങ്ങൾ ശേഖരിച്ച് പനി അല്ലെങ്കിൽ ഈ അസുഖങ്ങളുടെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് ഉറപ്പാക്കുക, അവർക്ക് ഐസൊലേഷൻ വേണ്ടവരെ അങ്ങനെ മാറ്റുക, അല്ലാത്തവർക്ക് വേണ്ട ചികിത്സ നൽകുക. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യാപനം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം ഉള്ളത്. ഇതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, ഈ യുവാവ് ബംഗളൂരുവിലാണ് പഠിച്ചിരുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യാഴാഴ്ച മാത്രമാണ് ഇയാൾ നാട്ടിലെത്തിയത്. തിങ്കളാഴ്ച ഈ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. കേവലം 5 ദിവസം മാത്രമാണ് ഈ യുവാവ് മലപ്പുറത്ത് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനു മുൻപാണ് രോഗം അദ്ദേഹത്തിന് എവിടുന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടാവുക എന്ന നിഗമനമാണ് ആരോഗ്യവകുപ്പിനുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കുമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ബംഗളൂരുവിലെ ഇയാളുടെ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നവരെ ട്രേസ് ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്തതിനെ ട്രേസ് ചെയ്യുന്നുണ്ട്. മറ്റ് സാധാരണ പഠിക്കുന്ന സമയത്തിന് പുറമെ എവിടെയെങ്കിലും വിനോദയാത്രകളോ അത്തരത്തിലുള്ള സഞ്ചാരങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ശ്രമിക്കുന്നുണ്ട്, അതിന്റെ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വിപുലമായ തോതിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ വലിയ വെല്ലുവിളി ഈ രോഗം ബാധിച്ചാൽ ബംഗളൂരുവിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്നും മറ്റ് വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയുവാനുള്ള ഒരു സാഹചര്യവും ഈ ചികിത്സയിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം മരണശേഷമാണ് നിപ്പ സ്ഥിരീകരിച്ചത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട പ്രതിസന്ധി ആരോഗ്യവകുപ്പിന് മുമ്പിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിലവിൽ നാട്ടിലെത്തിയതിനു ശേഷമുള്ള റൂട്ട് മാപ്പും സമ്പർക്ക പട്ടികയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സമ്പർക്ക പട്ടികയിലെ ആളുകളുടെ എണ്ണം 200-ലധികം വരുമെന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹവുമായി അടുത്തിടപഴകിയ ആളുകളുടെ അവരെ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അസുഖത്തിന്റെ ലക്ഷണങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ നമുക്കത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം നേരിട്ട് സമ്പർക്കത്തിലുള്ള, അതായത് ഏറ്റവും അധികം ഇടപഴകിയ ആളുകൾക്ക് ഈ രോഗബാധ ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് നിപ മലപ്പുറത്ത്
വ്യാപകമായിട്ട് അല്ലെങ്കിൽ ആശങ്ക നൽകുന്ന തരത്തിൽ പടർന്നു പിടിക്കില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് പ്രാഥമികമായിട്ട് എത്താൻ സാധിക്കും. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ ആശങ്ക നൽകുന്ന തരത്തിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. പനിയുണ്ട്, ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ട്, അത് പക്ഷേ നിപയുടേതായിട്ട് പറയാൻ കഴിയുന്നതല്ല. എങ്കിൽ പോലും അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വിപുലമായ തോതിലുള്ള സാമ്പിൾ കളക്ഷൻ, അതുപോലെ തന്നെ ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തുക, അതേപോലെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക, അതോടൊപ്പം ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതായത് അനുമോദ്, ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഒന്നും തന്നെ അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണല്ലോ ഈ പനിബാധിതരെ കണ്ടെത്തുക, അതുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ, അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, ആരോഗ്യരംഗത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടോ? ഇനിയുള്ള പ്രൊസീജിയർ, അതായത് ഈ ഫീവർ സർവേ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റ് നടപടിക്രമങ്ങൾ? ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിലവിൽ തന്നെ മലപ്പുറത്ത് ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഇന്ന് വൈകുന്നേരത്തോടെ ഇവിടെ എത്തുമെന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അത്തരത്തിലുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഫീവർ സർവേ ഈ 5 വാർഡുകളിൽ ഇന്ന് രാവിലെ 10 മണിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 16 കമ്മിറ്റികൾ അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തന്നെ മറ്റ് കർമ്മസേനകളുടെയും പഞ്ചായത്തിലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും സാന്നിധ്യമുണ്ടാകും. ഈ മേഖല കേന്ദ്രീകരിച്ച് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് വളരെ വിശദമായി ഓരോ വീടുകളിലും ചെന്നെത്തി വിവരങ്ങൾ ശേഖരിക്കുക എന്നത് ആധികാരികമാകും. അടിസ്ഥാനപരമായിട്ട് എല്ലായിടത്തും എത്താനുമാകും. അങ്ങനെ ഈ ഒരു രോഗബാധയുടെ സാന്നിധ്യം, അതിന്റെ ഒരു സംശയം പോലും കണ്ടെത്താൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. നേരത്തെ പാണ്ടിക്കാട് ഈ ഒരു രീതി വളരെ വിജയകരമായി നടപ്പാക്കിയതാണ്. കാരണം അവിടെ ഒരു കുട്ടി, 10 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് നിപ ബാധിച്ച് മരണം ഉണ്ടായത്. പക്ഷെ അവിടെ മറ്റൊരാൾക്ക് ഈ അസുഖം വരാതെ ഈ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുവാൻ, കൈകാര്യം ചെയ്യുവാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിരുന്നു. അന്ന് പാണ്ടിക്കാട് നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ അതേപോലെ തന്നെ തിരുവാലി മേഖലയിലും കൊണ്ടുവരികയാണ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് 2 മാസങ്ങൾക്ക് മുൻപ് ഇതിനെ അതിജീവിച്ചതിന്റെ അനുഭവമുണ്ട്. അന്ന് നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമുക്ക് അതിന്റെ രീതി അറിയാം, ഈ ഒരു രോഗത്തിന്റെ സ്വഭാവം അറിയാം. അപ്പോൾ മുൻ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ കരുത്താകുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒട്ടും തന്നെ ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ ഒരു അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. നിലവിൽ സ്ഥിതി ആശങ്കാജനകമല്ല. ജാഗ്രത വേണം. അതിന്റെ അനൂപ്കുമാർ, എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. ഡോക്ടർ അനൂപ്കുമാർ, ഇതിപ്പോൾ നിപ്പ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ ഒന്നാണ്. പക്ഷേ അതിന്റെ അപകടം മനസ്സിലാക്കുന്നുമുണ്ട്. ഇനി പുലർത്തേണ്ട ജാഗ്രത, അതായത് ഇപ്പോൾ തന്നെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള ആൾ അതൊരു വിദ്യാർത്ഥിയാണ്. പല ആളുകളുമായി അടുത്ത് ഇടപെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഫീവർ സർവേ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് ഇനി പുലർത്തേണ്ടത്? ഇതിനകത്ത് നമുക്ക് ഇപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാനുള്ളത്, ഇത് ആദ്യത്തെ രോഗിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗിയിൽ നിന്നാണോ ഇപ്പോൾ മരണപ്പെട്ട രോഗസ്ഥിരീകരണം നടന്ന രോഗിയിലേക്ക് രോഗവ്യാപനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ രോഗം വരാനുള്ള സാധ്യത ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്തോ അതിന്റെ മുമ്പേ ആണോ, അതല്ല നാട്ടിൽ ശേഷം ആണെന്നുള്ളതാണ്. കാരണം ഏകദേശം അദ്ദേഹം തിരിച്ചെത്തി 13 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അധികവും അദ്ദേഹം നാട്ടിലെത്തിയ ശേഷം തന്നെ ആയിരിക്കാം രോഗബാധ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രോഗബാധ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ള ആദ്യത്തെ ഒരാഴ്ചയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലുമായിട്ടാണ് അദ്ദേഹം ഇടപഴകിയിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കാം ഈ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അദ്ദേഹത്തുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയ ആൾക്കാരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അവരെ ഈ അദ്ദേഹം അടുത്തിടപഴകിയ ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം അവരെ ക്വാറന്റൈൻ ചെയ്യുകയും അവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഉടനടി തന്നെ ഐസൊലേറ്റ് ചെയ്ത് അവരെ ഈ സാമ്പിളുകൾ അയക്കുകയും ചെയ്യുക. ഇതാണ് സാധാരണ നമ്മൾ ഈ രോഗവ്യാപനം തടയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതി. അതേ രീതികൾ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. നമ്മുടെ മുമ്പ് അനുഭവങ്ങളിലൊക്കെ തന്നെ 2018 പിന്നീട് 19 21 23 24
ആദ്യം പ്രാവശ്യം വന്നപ്പോഴൊക്കെയുള്ള അനുഭവങ്ങളിൽ ഈ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലോ അല്ലെ കേരളത്തിലോ ഈ രോഗമുണ്ടാക്കുന്ന ഒരു ജനിതക ഘടനയുള്ള നിപ്പ വൈറസിന് വലിയ രീതിയിലേക്കുള്ള ഒരു രോഗവ്യാപനം ഉണ്ടാക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഈ കോണ്ടാക്റ്റുള്ള ആൾക്കാരിലൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ ഫീവർ സർവേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോ അത്രയും വലിയൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, ഇൻഫ്ലുവൻസ, എലിപ്പനി, മറ്റ് വൈറൽ പനികൾ, ഇതൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ആരെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ അത് നിപ്പയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എന്നിരുന്നാലും നമ്മൾ ജാഗ്രതയുടെ ഭാഗമായി അത്തരത്തിലുള്ള ആൾക്കാരിലും ഇത് നിപ്പ അല്ല എന്നുള്ളത് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായും അതേപോലെ തന്നെ കൃത്യമായ ചികിത്സ തുടക്കത്തിലേ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഈ ഫീവർ സർവേ നടത്തുന്നത് കൊണ്ടോ കണ്ടെയ്ൻമെന്റ് സോൺ ഉള്ളത് കൊണ്ടോ 100-ലധികം ആൾക്കാർ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടോ രോഗം വലിയ രീതിയിലേക്കുള്ള ഒരു വ്യാപനം ഉണ്ടാക്കി എന്നുള്ളതിന്റെ അർത്ഥമില്ല. വളരെ നന്ദി ഡോക്ടർ അനൂപ് കുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അനുമോദ് വീണ്ടും തുടരുന്നുണ്ട്. അനുമോദ്, നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുന്നത് പോലെ ഇത് ആരിൽ നിന്ന് എങ്കിലും ആണോ ഈ മരണപ്പെട്ട ആൾക്ക് അസുഖം ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളുണ്ട്. ഒപ്പം ആരൊക്കെയായിട്ടാണ് ക്ലോസ്ഡ് കോണ്ടാക്റ്റിൽ വരുന്നത്, ഇത്തരം സംശയങ്ങളുണ്ട്. ഒപ്പം 5 വാർഡുകളാണല്ലോ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആവർത്തിച്ച് പറയേണ്ടത് ജാഗ്രതയുടെ ആവശ്യമാണ്. അനാവശ്യമായ ആശങ്കയ്ക്ക് ഇടമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ വളരെ കരുതലോടുകൂടി തന്നെ ആരോഗ്യ സംഘം ഇപ്പോൾ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അഭിലാഷ്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇവിടെ രണ്ടാമതായിട്ട് ഒരാൾക്ക് അതായത് നിപ എന്ന് കരുതുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഇല്ല. അപ്പോൾ രോഗം പടർന്നു പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫലം വന്നതിന് ശേഷമേ നമുക്ക് അടുത്തൊരു ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ളവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് നിപയുമായുള്ള സാഹചര്യത്തിൽ ഉണ്ടാവുന്നതാണോ, അതിന്റെ സാമ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായ പരിശോധന നടത്തി ഓരോ വ്യക്തിയിലേക്കും ചെന്നെത്തി പരിശോധിച്ച് ഈ ഒരു വ്യാപനം ഇല്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് തന്നെയാണ് ഒരു വലിയ വെല്ലുവിളി. കാരണം ഇദ്ദേഹവുമായി അടുത്തിടപഴകിയവർ, അദ്ദേഹത്തിന്റെ ഒരു എവിടെയെല്ലാം പോയി എന്ന കാര്യം അറിയുന്നവർ, അദ്ദേഹം എത്ര ദിവസം മുൻപാണ് നാട്ടിൽ അവസാനമായി വന്നത്, കഴിഞ്ഞ 2 ആഴ്ചക്കാലം അദ്ദേഹം എവിടെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത്. കാരണം എങ്കിൽ മാത്രമേ രോഗത്തിന്റെ ഒരു ഉറവിടം, സോഴ്സ് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പിന് മുമ്പിലൊരു വെല്ലുവിളി. ഒരു ചെറിയ കുട്ടി, പാണ്ടിക്കാട് 10 വയസ്സുള്ള കുട്ടിയായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ട്രാക്ക് ചെയ്യുവാൻ അവരുടെ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ സഹായത്താൽ സാധിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളി ഉള്ളത് യുവാവാണ്. മാത്രമല്ല അയാൾ ബംഗളൂരുവിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹവുമായി അടുത്തിടപഴകിയവരെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടെത്തി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് താരതമ്യേന ഒരു വെല്ലുവിളി തന്നെയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. നിലവിൽ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ആശങ്ക നൽകുന്നതല്ല. പക്ഷേ ഈ ഒരു നടപടികൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ തരത്തിലുള്ള ഇദ്ദേഹവുമായി അടുത്തിടപഴകിയ ആളുകളുടെ പരിശോധനാ ഫലങ്ങൾ വരികയോ അല്ലെങ്കിൽ ആ രോഗത്തിന്റെ ഉറവിടം മനസ്സിലാക്കാൻ സാധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് ഈ ഒരു രോഗവ്യാപനം കടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കഴിയൂ. എന്താണെങ്കിലും നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് തീർച്ചയായും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, യോഗ തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ നമുക്ക് വരും വാർത്തകളിലും പങ്കുവയ്ക്കാം. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. ഇടവേള. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർകാവിൽ സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ പ്രതി അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ യുവതിയും
മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനമെടുത്ത് പോയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത 2 പേരുടെയും രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചു. അജ്മൽ ലഹരി വിൽപ്പന നടത്തിയതിന് നേരത്തെയും കേസുണ്ട്. അജ്മലിന് എതിരെ നരഹത്യാ കുറ്റത്തിനും കേസെടുത്തിട്ടുണ്ട്. കാറിടിച്ച ശേഷം കടന്നു കളഞ്ഞ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി വിനേഷ് കൊട്ടാരക്കര ചേരുന്നുണ്ട്. വിനേഷ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അങ്ങേയറ്റം മനുഷ്യത്വമില്ലാത്ത ക്രൂരത തന്നെയാണിത്. കാരണം വാഹനം ഇടിക്കുക എന്നത് നമുക്ക് കുറ്റം പറയാനാകുന്ന ഒന്നല്ല. പക്ഷേ ഇടിച്ച ശേഷം വണ്ടി നിർത്താതെ ഒരു സ്ത്രീയുടെ ദേഹത്തുകൂടി കടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏത് തരത്തിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? മദ്യലഹരിയിൽ തന്നെയായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ എന്നതല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത്? തീർച്ചയായും അഭിലാഷ്, ഇത് വലിയ ക്രൂരകൃത്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മൈനാഗപ്പള്ളി അന്നൂർക്കാവിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. വാഹനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അതിക്രൂരമായ വാഹനാപകടമായിരുന്നു. വാഹനാപകടം എന്നതിനപ്പുറത്ത് വാഹനം ഇടിച്ച ശേഷം സ്ത്രീയുടെ ശരീരത്തിലൂടെ ആ വാഹനം കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ അനുസരിച്ച് വാഹനം ഇടിച്ച ശേഷം നിർത്തിയ ശേഷം ആളുകൾ അവരോട്, അതായത് വാഹനം ഓടിച്ചിരുന്ന അജ്മലിനോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു വാഹനം മുന്നോട്ടെടുക്കരുത് എന്ന്. പക്ഷേ അതൊന്നും കേൾക്കാതെ അജ്മൽ വാഹനം മുന്നോട്ടെടുക്കുകയും അങ്ങനെ വാഹനത്തിൻ്റെ 2 ടയറുകൾ, മുൻ ടയറും പിന്നിലെ ടയറും ഈ സ്ത്രീയുടെ ദേഹത്ത് കൂടി കടന്ന് പോയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതാണ് ആ അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. വിനേഷാണ് വീണ്ടും ചേരുന്നത്. വിനേഷ്, മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നയാൾ. ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറും മദ്യപിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അഭിലാഷ്, കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരുടെ മൊഴി നിർണായക മൊഴിയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കൃത്യമായി അന്വേഷണം ആരംഭിച്ചത്. അജ്മൽ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:45 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളിയിലാണ് സംഭവം ഉണ്ടായത്. നമുക്കറിയാം, ഓണനാളായതുകൊണ്ട് വലിയ തിരക്കാണ് നിരത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഓണസാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതായിരുന്നു ഈ കുഞ്ഞുമോളും ഫൈസിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. കുഞ്ഞുമോൾ വാഹനത്തിന്റെ സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ ഇരുന്നാണ് യാത്ര ചെയ്തത്. അപ്പോഴാണ് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഈ പിൻസീറ്റിൽ ഇരുന്ന കുഞ്ഞുമോൾ കാറിന്റെ അടിപ്പെട്ട് പോയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് വാഹനം നിർത്താതെ അതിക്രൂരമായി തന്നെ ഇയാൾ ആ വാഹനം അവരുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയ വലിയൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്, ഇവർ 2 പേരെയും പിടിയിലായ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത്, ഈ സംഭവ സ്ഥലത്ത് വാഹനം നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ജീവന് ആപത്തുണ്ടാവും. അതായത് അജ്മലിന്റെ ജീവന് ആപത്തുണ്ടാവും. അജ്മലിനെ നാട്ടുകാർ ചേർത്ത് കയ്യേറ്റം ചെയ്യുമെന്ന് പേടിച്ചാണ് അവിടെ നിന്നും വാഹനം അവർ ഓടിച്ചു കൊണ്ടുപോയതെന്നാണ് പോലീസിന് അജ്മൽ മൊഴി നൽകിയത്. പക്ഷേ ഇവർ അവിടെ നിന്നും വാഹനം കൊണ്ടുപോയപ്പോൾ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിരവധി വാഹനങ്ങൾ ഇടിക്കുകയും ഏകദേശം 300 മീറ്റർ ദൂരപരിധിയിൽ തന്നെ ഈ വാഹനം മറ്റൊരു മതിലിൽ ഇടിച്ചാണ് നിന്നത്. അങ്ങനെയാണ് അവിടെ നിന്നും അജ്മൽ മറ്റൊരു മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന യുവ ഡോക്ടറെ സമീപത്തുള്ള വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് നാട്ടുകാർ ഇടപെട്ട് പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതീവ ഗൗരവമായിട്ട് തന്നെയാണ്, ഈ വലിയ ഒരു ക്രൂരകൃത്യം തന്നെയാണ് സംഭവം ഉണ്ടായത്. തീർച്ചയായും വിനേഷ്, അത് തന്നെയാണ് അതീവ ഗൗരവതരമായി മാറുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതായത് വാഹനം ഇടിച്ച ശേഷം ആ വാഹനം നിന്നു പോകുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിമിഷങ്ങൾക്കകം വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു നഗരപ്രദേശം അല്ലെങ്കിൽ ഒരു ചെറിയ ടൗണിൽ ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇടിച്ച നിമിഷം ആളുകൾ ഓടിയെത്തുന്നുണ്ട്. ആ വാഹനം നിർത്താൻ മുന്നോട്ടെടുക്കരുത് എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു എന്ന് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അത് കേൾക്കാതെയാണ് ഈ തരത്തിൽ വാഹനം ദേഹത്തുകൂടി കയറ്റിക്കൊണ്ടു പോയത്.
അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ മരണം ഉൾപ്പെടെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. തീർച്ചയായും അഭിലാഷ്, ആ സമയത്ത് വാഹനം ഒതുക്കി നിർത്തി അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടാകേണ്ടത്. പക്ഷേ അജ്മൽ അത് ചെയ്തില്ല. അജ്മൽ വീണ്ടും വാഹനം മുന്നോട്ടെടുക്കുകയും അവരുടെ ദേഹത്തോടെ തന്നെ വാഹനം കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തൊരു സാഹചര്യമാണ്. പക്ഷേ അജ്മൽ പോലീസിനോട് പറഞ്ഞത് അജ്മലിനോടൊപ്പം ഉണ്ടായ യുവതി വാഹനം പെട്ടെന്ന് ഓടിച്ചു കൊണ്ടുപോ എന്ന് തന്നെ പ്രേരിപ്പിച്ചു എന്നാണ് അജ്മൽ പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രേരണയും കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട് അഭിലാഷ്. അപ്പോൾ ഈ ഒരു സാഹചര്യവും കൂടി കണക്കിലെടുത്ത് ഈ യുവ ഡോക്ടർക്കെതിരെയും ഈ പ്രേരണ കുറ്റം ചുമത്താനുള്ള സാഹചര്യവും ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ മൈനാഗപ്പള്ളി സ്വദേശിനിയായ കുഞ്ഞുമോൾ, 45 വയസ്സുള്ള കുഞ്ഞുമോൾ ആണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെട്ടത്. ഇപ്പോൾ വിനേഷ്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ്. മനഃപൂർവ്വമുള്ള നരഹത്യ എന്ന വകുപ്പാണ് ഈ വാഹനം ഓടിച്ചിരുന്ന അജ്മലിന് നേരെ ചുമത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുവ ഡോക്ടറായിരുന്ന ശ്രീകുട്ടിയെയും പ്രതി ചേർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാനാകുന്ന ഒന്നല്ലല്ലോ വിനേഷ്. കാരണം ഒരു ഡോക്ടറാണ്, സമൂഹത്തിന് മാതൃകയാകേണ്ട ആൾ ആണ്. എന്തായാലും ഈ സുഹൃത്ത് മദ്യപിച്ചിരുന്നു. അവർ ഏതെങ്കിലും തരത്തിൽ വാഹനം ഓടിച്ച് മറ്റൊരാളെ കൊല ചെയ്തു എന്ന കുറ്റമൊന്നും നിലനിൽക്കില്ല. വാഹനത്തിലൊപ്പം സഞ്ചരിച്ചു എന്നത് കുറ്റകരവുമല്ല. പക്ഷേ ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ട്, സുഹൃത്ത് മദ്യപിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ വാഹനം ഓടിക്കുന്നുവോ അത് തടയേണ്ടതോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യാതിരിക്കുക എന്ന സാമാന്യമായ ബോധമോ ഒന്നുമില്ലാതെ പോകുന്നു. കാരണം യുവ ഡോക്ടറും മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ആ ഡോക്ടറെ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ അനാസ്ഥയും ഗുരുതരമായ കുറ്റവും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത സാഹചര്യം കൂടിയാണ് ഉള്ളത്. അജ്മലും ശ്രീകുട്ടിയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തുന്നു എന്നതിൽ നിന്ന് തന്നെ ഗൗരവതരമായി തന്നെ പോലീസ് ഇതിനെ നോക്കി കാണുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വിനേഷ്? തീർച്ചയായും അഭിലാഷ്, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അജ്മൽ രക്ഷപ്പെട്ടപ്പോൾ തന്നെ പോലീസ് അജ്മലിനെ പിടികൂടാനായിട്ടുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് തന്നെ പോലീസ് തെരച്ചിൽ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. രാവിലെയാണ് അജ്മലിനെ പിടികൂടുന്നത്. അജ്മലിന്റെ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്താണ് പതാരത്തിൽ നിന്നും പിടികൂടുന്നത്. അപ്പോ എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അജ്മലിന്റെ ഒരു പശ്ചാത്തലം തന്നെ, ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. നേരത്തെ ലഹരിമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ആളാണ് ഈ അജ്മൽ. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. ഈ സംഭവത്തിൽ ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നതായി തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ വാഹനത്തിൽ നിന്ന് മദ്യപിക്കുന്നതും ചില നാട്ടുകാർ കണ്ടതായിട്ടും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ യുവതി പോലീസിന് മൊഴി നൽകിയത് ഇവരുടെ ഒരു സുഹൃത്തിന്റെ പാർട്ടി, ഓണവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി കഴിഞ്ഞ്, അവിടെ മദ്യപാന പാർട്ടി കഴിഞ്ഞ് ഇവർ വരികയായിരുന്നു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് അഭിലാഷ് നടന്നിരിക്കുന്നത്. തീർച്ചയായും ഗുരുതരമായ കുറ്റകൃത്യം തന്നെയായി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സാധാരണ വാഹനാപകടം എന്ന നിലയിൽ എഴുതിത്തള്ളാവുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം വാഹനം നിന്നു പോകുന്നു എന്നത് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം മുന്നോട്ടെടുക്കരുത് എന്ന് രണ്ടുപേരോടും അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അത് ഗൗനിക്കാതെ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. അങ്ങനെ മരണപ്പെട്ട സ്ത്രീയുടെ ദേഹത്തുകൂടി വാഹനം കയറിയിറങ്ങി. കുഞ്ഞുമോൾ എന്ന 45 വയസ്സുകാരിയുടെ ദേഹത്തുകൂടി വാഹനം കയറിയിറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അജ്മലിനെതിരെ, വാഹനം ഓടിച്ചിരുന്ന അജ്മലിന് എതിരെ ഇപ്പോൾ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം ആണ് ചുമത്തിയിട്ടുള്ളത്. ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെയും കേസിൽ പ്രതി ചേർക്കും എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാരണം ഇരുവരും മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രണ്ടുപേരുടെയും രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിക്കുകയും വിശദമായി പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ, അതായത് വാഹനം ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നു എന്നതിനൊപ്പം മദ്യപിച്ചുകൊണ്ട് തന്നെ സഹയാത്രികയായി വാഹനത്തിലുണ്ടായിരുന്നു എന്നതാണ് ശ്രീകുട്ടി നേരിടുന്ന വകുപ്പ്. അതോടൊപ്പം തന്നെ ശ്രീകുട്ടി ജോലി ചെയ്തിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നും
അവരെ പുറത്താക്കി എന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാറിൻ്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിരുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായ, അതായത് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമാണ് ഓടിച്ചത് എങ്കിൽ അതും ഗുരുതരമാകുന്ന കുറ്റകൃത്യം തന്നെയാണ്. എന്തായാലും വിനേഷ്, ഇത്തരത്തിൽ വലിയ കുറ്റം തന്നെയാണ്. അതായത് ഒരു വാഹനാപകടം എന്ന നിലയിലേക്ക് തള്ളിക്കളയാവുന്ന ഒന്നല്ല, മറിച്ച് ഒരു കൊലപാതകത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകുന്നു ഈ കുറ്റകൃത്യം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മനഃപൂർവ്വമുള്ള നരഹത്യക്ക് തന്നെയാണ് കേസെടുത്തിരിക്കുന്നതും. കാരണം ഇതിന്റെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു ഡോക്ടർ തന്നെ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് കൃത്യമായ ഒരു നടപടി, ശബരിതരത്തിലുള്ള അന്വേഷണവും കൃത്യമായ ഒരു നടപടിയുമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ മരണപ്പെട്ട 45-കാരുടെ മൃതശരീരം ശാസ്താംകോട്ട മോർച്ചറിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അഭിലാഷ്, മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ആയിരുന്നു സ്കൂട്ടർ യാത്രികരെ വാഹനം ഇടിച്ചു വീഴ്ത്തിയത്. അതിനുശേഷം ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് 45 വയസ്സുകാരിയായി കുഞ്ഞുമോൾ മരണപ്പെട്ടത്. കാർ ഡ്രൈവർ കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ, അതോടൊപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടി എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. ഇരുവരും വാഹനം ഓടിച്ച അജ്മലും സഹയാത്രികയും മദ്യപിച്ചിരുന്നു എന്നാണ് വിവരം. വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിരുന്നു എന്നും വിവരം പുറത്തുവരുന്നു. വാഹനം ഇടിച്ച് നിന്ന ശേഷം വാഹനം മുന്നോട്ടെടുക്കരുത് എന്ന് ഒപ്പമുണ്ടായിരുന്നവർ അല്ലെങ്കിൽ സംഭവ സ്ഥലത്ത് കൂടിയവർ ഒക്കെ ഈ അജ്മലിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് വകവയ്ക്കാതെ വാഹനം പിന്നീട് മുന്നോട്ടെടുക്കുകയായിരുന്നു. അങ്ങനെ ആണ് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വാഹനത്തിൻ്റെ ഇരു ടയറുകളും കയറിയിറങ്ങിയ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 5:45 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന സഹയാത്രിക്കാരിയും പരിക്കുകളോടെ ചികിത്സയിൽ തന്നെയാണ്. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു വനിതാ ഡോക്ടർ. ഈ വനിതാ ഡോക്ടറെ ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കി പിരിച്ചുവിട്ടു എന്നുള്ള വിവരം കൂടിയാണ് ഏറ്റവും പുതുതായി ചേർക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വമുള്ള നരഹത്യ എന്ന വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വാഹനം ഇടിച്ചതിന് ശേഷം ഈ അജ്മൽ നിർത്താതെ പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നു. ചെറിയ അപകടമല്ല ഉണ്ടായത്, പക്ഷേ സ്കൂട്ടർ വളച്ച് റോഡിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യമാണ്. അതിനെ പൂർണ്ണമായും നമുക്ക് കാർ ഡ്രൈവറെ കുറ്റം പറയാനാകില്ല. കാർ ഓവർ സ്പീഡിലായിരുന്നു എന്നതൊന്നും വ്യക്തമല്ല. പക്ഷേ അങ്ങനെ ഒരു അപകടമുണ്ടാകുമ്പോൾ പോലും അതിനുശേഷം ആ വാഹനം നിർത്താനോ അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞതുപോലെ മുന്നോട്ടെടുക്കരുത് എന്നത് കേൾക്കാനോ ഒന്നും തയ്യാറായില്ല. മദ്യലഹരിയിൽ ആയിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഉപദ്രവിച്ചാലോ എന്ന ഭയമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അജ്മൽ പ്രാഥമികമായി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അജ്മലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പും ഇത്തരത്തിൽ മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിനൊക്കെ കേസ് നേരിടുന്ന ഒരു വ്യക്തിയാണ് അജ്മൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.